രാവിലെ 10:30ക്കാണ് മുഹൂർത്തം പറഞ്ഞിരിക്കുന്നത്. 9:30 കഴിഞ്ഞപ്പോൾ തന്നെ ഹരിദാസും കുടുംബവും അമ്പലത്തിലെത്തിയിരുന്നു. ഒന്നിലും താല്പര്യമൊന്നും തോന്നിയില്ലെങ്കിലും ദർശനം അവർക്കൊപ്പം തന്നെ നിന്നു. കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ തന്നെ ഡാനിയും കുടുംബവും നിത്യയും കുടുംബവുമെല്ലാം അവിടെ എത്തി. ദർശ, നിഖിലിന്റെ ശബ്ദം കേട്ടതും എന്തോ ആലോചനയോടെ കസേരയിലിരുന്ന ദർശൻ ചാടി എഴുന്നേറ്റ് അവനരികിലേക്ക് ചെന്നു. നിഖിൽ, എത്ര ദിവസമായി ഞാൻ നിന്നെ വിളിക്കുന്നു. നീയെന്താ ഒന്ന് ഫോണ് പോലും എടുക്കാതിരുന്നത്? എടാ, എൻ്റെ ഫോൺ ഇവളുടെ കയ്യിൽ നിന്ന് താഴെ വീണ് ഡിസ്പ്ലേ പോയി. അവിടുന്ന് ഒരെണ്ണം വാങ്ങാന്ന് പറഞ്ഞിട്ട് ഇവള് സമ്മതിച്ചില്ല. ഇവിടെ വന്നിട്ട് വാങ്ങാമെന്ന് പറഞ്ഞു. അത് വിട്. എടാ, ഞങ്ങളിന്ന് വെളുപ്പിനാ ഇവിടെ എത്തിയത്. ഇന്നലെ രാവിലെയാ കാര്യങ്ങളൊക്കെ അപ്പച്ചൻ വിളിച്ച് പറഞ്ഞത്. പിന്നെ ഫ്ലൈറ്റൊക്കെ കിട്ടി ഈ നേരത്താ ഇവിടെ എത്താൻ പറ്റിയത്. നീ നീ കാര്യങ്ങളൊക്കെ അറിഞ്ഞോടാ? ആ, അറിഞ്ഞു. നിഖിലൊന്ന് പരിങ്ങി. എടാ ദേവി, എന്താണ് എൻ്റെ ദേവി മോള്? അവൾക്ക് എന്താ പറ്റിയത്? എടാ, നീ ഇങ്ങനെ പാനിക് ആവല്ലേ. ഞാൻ എന്താ നിന്നോട് പറയാ? നിഖിലേട്ടാ, അവൻ വാക്കുകൾക്കായി പരത്തുന്നത് കണ്ട് കാർത്തു അവനെ ഒരു താക്കീതോടെ വിളിച്ചു. അവൻ വല്ലാത്തൊരവസ്ഥയിൽ പെട്ടതുപോലെയായിരുന്നു ആ സമയം. ദർശനോട് എന്താണ് പറയേണ്ടതെന്ന് പോലും അവന് കിട്ടുന്നുണ്ടായിരുന്നില്ല. അത് അവൻ്റെ മുഖത്തു നിന്നും കാർത്തുവിന് മനസ്സിലായി. എടാ, മുഹൂർത്തത്തിന് സമയമാവാറായല്ലോ. നീയൊന്ന് കാത്തു നിൽക്ക്. എല്ലാം കുറച്ചു നേരം കൊണ്ട് തന്നെ. നിഖിലേട്ടാ! ഇത്തവണ കാർത്തു കുറച്ച് കനപ്പിച്ച് തന്നെ അവനെ വിളിച്ചു. നീ ഇത് എന്തൊക്കെയാ നിഖിൽ പറയുന്നത്? എല്ലാം കേട്ടതിൻ്റെ ഒരു ഞെട്ടല് കൊണ്ടാ ദർശേട്ടാ. ദർശേട്ടനോട് എന്താ സംസാരിക്കേണ്ടത് എന്ന് തന്നെ നിഖിലേട്ടനിപ്പോൾ മനസ്സിലാവുന്നില്ല. അതിൻ്റെയാ. നിഖിലേട്ടൻ അവിടെ പോയി ഇരിക്കെ. കാർത്തു പറഞ്ഞതനുസരിക്കുന്നത് പോലെ അവൻ പിന്നെ ദർശനോടൊന്നും മിണ്ടാതെ കുറച്ചപ്പുറത്തായി മാറിയിരുന്നു. കാർത്തു, ഞാൻ നിന്നെ എത്ര തവണ വിളിച്ചു. താനെന്താ ഒന്ന് ഫോൺ പോലും എടുക്കാതിരുന്നത്? ഞാനാ അവളോട് ആര് ഫോൺ വിളിച്ചാലും എടുക്കണ്ട എന്ന് പറഞ്ഞത്. ദർശന പുറകിലായി നിന്നുകൊണ്ട് ഹരിദാസ് പറഞ്ഞു. അവരൊരു ഹണിമൂൺ പോയതല്ലേ, അവരെ അധികം ബുദ്ധിമുട്ടിപ്പിക്കരുത്. അതുകൊണ്ട് ഞാൻ തന്നെയാ പറഞ്ഞത് ആര് വിളിച്ചാലും ഫോണൊന്നും എടുക്കണ്ടാന്ന്. നിഖിലും കാർത്തികയും ഒന്നും അറിയാതിരിക്കാനായി അച്ഛൻ മനഃപൂർവ്വം പറഞ്ഞതാണെന്ന് ദർശനം മനസ്സിലായി. ഒരു കണക്കിന് അച്ഛൻ ചെയ്തതാണ് ശരിയെന്ന് അവനും തോന്നി. അപ്പോഴാണ് അമ്പിയും കുടുംബവും അവിടേക്ക് വരുന്നത് രണ്ടുപേരും കണ്ടത്. അമ്പിയെ കണ്ടതും കാർത്തു അവിടെ നിന്ന് നിഖിലിൻ്റെ അടുത്തേക്ക് പോയി. ഹായ് ദർശൻ, മുഹൂർത്തത്തിന് സമയമാവാറായി അല്ലേ? ദർശനെ കണ്ട് ഒരു സൗഹൃദ സംഭാഷണത്തിന് എന്ന പോലെ അമ്പി അവൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. നിയ അമ്മയ്ക്കും അച്ഛനുമൊപ്പം ദേവിയുടെ അടുത്ത് പോയി. മോള് നല്ല സുന്ദരിയായിട്ടുണ്ട്. കല്യാണ പെണ്ണായി ഒരുങ്ങി നിൽക്കുന്ന ദേവിയെ കണ്ട് നെറുകയിലായി ഒന്ന് തലോടിക്കൊണ്ട് ആമിയുടെ അമ്മ സുധ പറഞ്ഞു. ചേച്ചിയും നല്ല സുന്ദരിയായിട്ടുണ്ട് അല്ലേ അമ്മേ? നീയെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് രാധികയോടായി ദേവി ചോദിച്ചു. രാധിക വലിയ താല്പര്യമില്ലാത്തതുപോലെ മൂളി. ആൻറ്റിക്ക് ഇപ്പോഴും എന്നോട് ദേഷ്യമായിരിക്കും അല്ലേ? ഞാനെല്ലാം മറക്കാൻ തയ്യാറായതാണ് ആൻറ്റി. പക്ഷേ ഇവരെല്ലാവരും കൂടി നിർബന്ധിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വിവാഹത്തിന് സമ്മതിച്ചത്. സുധ, വാ, നമുക്ക് അപ്പുറത്തേക്ക് നിൽക്കാം. വിച്ചുവിൻ്റെ അമ്മയും അനിയത്തിയും ഇപ്പോൾ വരും. നിയ പറയുന്നത് കേട്ട് അവളെ നോക്കിയൊന്ന് ചിരിച്ചെന്ന് വരുത്തി സുധയോടായി രാധിക പറഞ്ഞു. വിച്ചു എന്ന് പറഞ്ഞ വിവേകല്ലേ? അതെ, എന്താ നിയ ചേച്ചി? അവരൊക്കെ വിവാഹത്തിന് വരുന്നുണ്ടോ? അത് ചോദിക്കുമ്പോൾ പോലും നിയയുടെ മുഖത്ത് വന്ന ഭാവവ്യത്യാസം ദേവി ശ്രദ്ധിച്ചു. വിച്ചുവേട്ടനും ലതാമയും വർഷമോളും വിവാഹത്തിന് വരുന്നുണ്ട്. ഞാൻ പ്രത്യേകം ക്ഷണിച്ചിരുന്നു അവരെ. നിയയുടെ മുഖത്തെ ഭാവമാറ്റം ഒട്ടും വകവയ്ക്കാതെ ദേവി പറഞ്ഞു. അവരെയൊക്കെ എന്തിനാ മോളെ വിവാഹത്തിന് ക്ഷണിച്ചത്? അതവരെ വിഷമിപ്പിക്കുന്നത് പോലെയല്ലേ? ഉള്ളിൽ നുരപൊന്തിയ ദേഷ്യം അടക്കി വെച്ചുകൊണ്ട് രാമചന്ദ്രൻ ചോദിച്ചു. ഞങ്ങൾക്കൊരു കുഴപ്പവുമില്ല അമ്പിയുടെ അച്ഛാ. വിളിച്ചില്ലെങ്കിലേ സങ്കടമാവുള്ളൂ. അമ്പലത്തിലേക്ക് കയറി വന്നതും ദേവിയെ കണ്ട് അവിടേക്ക് വന്ന ലത അവർ പറയുന്നതെല്ലാം കേട്ടുകൊണ്ട് മറുപടി പറഞ്ഞു. വിച്ചു വന്നപടി ദർശന്റെ അടുത്തേക്ക് ചെന്നു. ദർശൻ അവനെ നോക്കി മങ്ങിയൊരു പുഞ്ചിരി സമ്മാനിച്ചു. വിച്ചു തിരിച്ചു. മുഹൂർത്തത്തിന് സമയമാവാറായി, എല്ലാവരും വന്ന് തൊഴുതോളൂ. പൂജ കഴിഞ്ഞിറങ്ങിയ ശാന്തി എല്ലാവരോടുമായി പറഞ്ഞു. എല്ലാവരും നടയ്ക്ക് മുന്നിൽ വന്നു നിന്നു തൊഴുതു. നിയ ചേച്ചി, ഞാനൊരു കാര്യം ചോദിച്ചാ ദേഷ്യാവൂ? മടിച്ച് നിയോടായി വർഷ ചോദിച്ചു. എന്താ? ദേവി ചേച്ചിക്ക് താലി ഏട്ടൻ കെട്ടുമ്പോൾ ഞാൻ പുറകിൽ നിന്നും കെട്ടിക്കൊടുത്തോട്ടെ? എല്ലാവരും നിയയെ നോക്കി. അവളുടെ മറുപടി എന്താണെന്നറിയാനായി. അതിനെന്താ, എൻ്റെയും കല്യാണമാണല്ലോ.
ഇതിനൊപ്പം തന്നെ പിന്നെ എന്തായാലും ആമി വന്നിട്ടില്ലല്ലോ, മോള് താലി കെട്ടിക്കൊടുത്തു. ഉള്ളിലെ താല്പര്യമില്ലായ്മ പുറത്ത് കാണിക്കാതെ ഒരു പുഞ്ചിരി മുഖത്ത് അണിഞ്ഞുകൊണ്ട് നിയ പറഞ്ഞു. വർഷയ്ക്ക് അത് കേട്ട് സന്തോഷമായി. തിരുമേനി, ആദ്യം ദർശൻ്റെയും മോളുടെയും വിവാഹം നടത്താം, അത് കഴിഞ്ഞിട്ട് ദേവിയുടെയും. അങ്ങനെ പോരെ? അത് പിന്നെ ദാസ, പ്രായം വെച്ച് നോക്കുമ്പോൾ ദർശനേക്കാൾ മൂത്തത് മറ്റേയാളല്ലേ. ആദ്യം അവരുടെ വിവാഹം നടക്കട്ടെ. ഹരിദാസ് ചുറ്റിനുമുള്ളവരെ നോക്കി. കുറച്ചു നേരത്തെ വ്യത്യാസമല്ലേ ഉള്ളൂ, ആദ്യം അങ്ങനെ തന്നെ നടക്കട്ടെ. രാമചന്ദ്രനും സമ്മതം പറഞ്ഞു. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്, പെൺകുട്ടികളോടായി എനിക്ക് പറയാനുള്ളത്. ശാന്തി പറയുന്നത് കേട്ട് എല്ലാവരും അദ്ദേഹത്തെ ശ്രദ്ധിച്ചു. കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി മാത്രം നടയ്ക്ക് മുന്നിൽ നിന്നാൽ മതി. മറ്റേ പെൺകുട്ടി ചുറ്റമ്പലത്തിൻ്റെ പുറകുവശത്ത് പോയി നിന്ന് അവിടെ എള്ളുതിരി കത്തിക്കണം. അതെന്തിനാ? കഴിഞ്ഞ തവണ ഇവരുടെ വിവാഹം തന്നെയല്ലേ മുടങ്ങിയത്. ഇനിയും ദോഷങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. മോൾക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? തിരുമേനി പറഞ്ഞത് കേട്ട് ഹരിദാസ് നിയയോടായി ചോദിച്ചു. ഇല്ല അങ്കിൾ, ഞാൻ പോയി ചെയ്യാം. ദർശൻ എല്ലാം കണ്ടും കേട്ടും കൊണ്ട് മാറി നിന്നു. സുധേ, മോൾക്കപ്പൻ ചെല്ലേ, ഭാര്യയോട് ആജ്ഞാപിക്കും പോലെ രാമചന്ദ്രൻ പറഞ്ഞു. വേണ്ട, അവിടെ ഒരു സ്ത്രീ നിൽപ്പുണ്ട്, അവർ ചെയ്തു തന്നോളും സഹായം. കുട്ടിയുടെ അമ്മ ഇവിടെ നിന്നോട്ടെ. തിരുമേനി പറഞ്ഞതുകൊണ്ട് രാമചന്ദ്രന് പിന്നെ എതിർപ്പൊന്നും പറയാൻ പറ്റിയില്ല. നിയ അമ്പലത്തിൽ നിന്നും പുറത്തു പോയി. അവൾ പോയത് കണ്ടതും ദർശൻ നടയ്ക്ക് മുന്നിൽ വന്നു നിന്ന് തൊഴുകൈയോടെ പ്രാർത്ഥിച്ചു. ഈശ്വര, ഈ വിവാഹം മുടങ്ങാൻ എന്തെങ്കിലും ഒരു വഴി. ശാന്തി നടയ്ക്ക് മുന്നിലേക്ക് നോക്കി മന്ത്രങ്ങൾ ചൊല്ലി പ്രാർത്ഥിച്ചു. ഒരു തളികയിൽ 2 താലിയുമായി അദ്ദേഹം മുന്നിലേക്ക് വന്നു. ഒരു തളിക പീഠത്തിന് മുന്നിൽ വെച്ച് മറ്റേത് കയ്യിൽ തന്നെ പിടിച്ചുകൊണ്ട് എല്ലാവരുടെയും അടുത്തേക്ക് വന്ന് നിന്നു. ദേവി അദ്ദേഹത്തിന് ഇടതുവശത്തായി വന്നു നിന്നു. അവൾക്ക് പുറകിലായി വർഷയും ലതയും രാധികയും സുധയും നിന്നു. അമ്പി അദ്ദേഹത്തിനരികിലായി വന്നു നിന്നു. അമ്പിയെ ഒന്ന് ശ്രദ്ധിക്കുക കൂടി ചെയ്യാതെ തിരുമേനി ആ താലി വിച്ചുവിന് നേരെ നീട്ടി. കൺമുന്നിൽ താലി കണ്ട് വിച്ചു ഞെട്ടലോടെ ആ താലിയിലേക്കും ശാന്തിയിലേക്കും നോക്കി. തിരുമേനി, ആളു മാറിപ്പോയി, ഇതാണ് പയ്യൻ. ഒരു ചിരിയോടെ അമ്പിയെ തൻ്റെ തോളിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് രാമചന്ദ്രൻ പറഞ്ഞു. എനിക്ക് പയ്യനെയൊന്നും മാറിയിട്ടില്ല. ഭഗവാൻ നേരിട്ടല്ലേ എനിക്ക് മുഹൂർത്തം കുറിച്ച് തന്നത്. ഒരു ചിരിയോടെ രാമചന്ദ്രനെ നോക്കിക്കൊണ്ട് ശാന്തി പറഞ്ഞു. മോനെ, ആ താലി വാങ്ങി ദേവിമോളുടെ കഴുത്തിൽ കെട്ടിക്കൊടുക്ക്. വിച്ചുവിൻ്റെ തോളിലായി കൈവച്ച് ഒരു ചിരിയോടെ ഹരിദാസ് പറയുന്നത് കേട്ട് ദർശനും വിച്ചുവും ഡാനിയും ഒക്കെ അദ്ദേഹത്തെ ഒരു ഞെട്ടലോടെ നോക്കി. അമ്പിയുടെയും രാമചന്ദ്രൻ്റെയും മുഖത്തും അതേ ഞെട്ടലുണ്ടായിരുന്നു. എന്താണ് നോക്കി നിൽക്കുന്നത്? താലി വാങ്ങി മോളുടെ കഴുത്തിൽ കെട്ടിക്കൊടുക്ക്. ലതയും വിച്ചുവിനോട് പറഞ്ഞു. നിങ്ങളിത് എന്തൊക്കെയായി പറയുന്നത്? ഇവനല്ലേ പയ്യൻ, ഇവനല്ലേ ദേവിയെ താലി കെട്ടേണ്ടത്? രാമചന്ദ്രൻ ദേഷ്യത്തോടെ പറഞ്ഞു. അതെ, നിങ്ങളിത്തിരി നീങ്ങി നിന്നേ, മുഹൂർത്തത്തിന് മുന്നേ താലി കെട്ട് നടക്കട്ടെ. എവിടെ നിന്നോ പൊട്ടി വീണ് വന്നതെന്ന പോലെ മനുവും സുഭാഷും രാമചന്ദ്രൻ്റെയും അമ്പിയുടെയും ഇരുവശങ്ങളിലായി വന്നു നിന്നുകൊണ്ട് പറഞ്ഞു. നിങ്ങളൊക്കെ ആരാ? അങ്കിൾ, എന്തൊക്കെയാ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവരെന്തൊക്കെയാ ഈ പറയുന്നത്? കാര്യമൊന്നും മനസ്സിലായില്ലെങ്കിലും ദേഷ്യത്തോടെ ഹരിദാസിനെ നോക്കിക്കൊണ്ട് അമ്പി ചോദിച്ചു. കാര്യങ്ങളൊക്കെ ഞങ്ങൾ വിശദമാക്കി തരാം, നിങ്ങൾ നീങ്ങി നിൽക്കുന്നേ, മുഹൂർത്തം തെറ്റിക്കാൻ പറ്റില്ലല്ലോ. മനു തൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു റിവോൾവർ എടുത്ത് പൊക്കി കാണിച്ച് അത് തിരിച്ചും മറിച്ചും പിടിച്ചുകൊണ്ട് പറഞ്ഞു. എന്തൊക്കെയാ ഇവിടെ സംഭവിക്കുന്നത്? ദാസ, എന്താടോ ഇത്? മനുവിൻ്റെ കയ്യിലെ തോക്ക് കണ്ട് ഒന്ന് ഭയപ്പെട്ടതുപോലെ രാമചന്ദ്രൻ ചോദിച്ചു. അതെ, കല്യാണം പോലും കഴിക്കാത്ത ചെക്കനാ ആ തോക്കും പിടിച്ച് നിൽക്കുന്നത്. വെറുതെ അവനെ ജയിലിലേക്ക് പറഞ്ഞേക്കണ്ട, അച്ഛനും മോനും ഇങ്ങ് മാറിക്കോ. രാമചന്ദ്രൻ്റെയും വിച്ചുവിനെയും അല്പം ബലം കൊടുത്ത് പുറകിലേക്ക് തള്ളിക്കൊണ്ട് നിഖിൽ പറഞ്ഞു. അപ്പോഴേക്കും ഡാനിയും ദർശനും എല്ലാ കാര്യം ഏതാണ്ട് ഊഹിച്ചു. ഡാനി കൂടി മുന്നിലേക്ക് വന്ന് മനുവിനും നിഖിലിനൊപ്പം നിന്ന് അമ്പിയെയും രാമചന്ദ്രനെയും പിടിച്ച് അരികിലേക്ക് മാറ്റി. മനുവിൻ്റെ കയ്യിലെ തോക്ക് കണ്ട് ഒന്ന് എതിർക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരുന്നു അവർ രണ്ടുപേരും. അവർക്കൊപ്പം ഉണ്ടായിരുന്ന രാമചന്ദ്രൻ്റെ അനിയന്മാരും അതേ അവസ്ഥയിൽ തന്നെയായിരുന്നു. സുധ എല്ലാം കണ്ടിട്ടും ഒന്നും കാണാത്തതുപോലെ തന്നെ നിന്നു. വിച്ചു, താലി കെട്ട്. ദർശൻ വിച്ചുവിൻ്റെ അരികിൽ വന്ന് പതുക്കെ പറഞ്ഞു. ദേവിയും മുഖമൊരൽപ്പം പൊക്കി അവന് നേർക്ക് നോക്കിക്കൊണ്ട് കണ്ണുകൊണ്ട് താലി കെട്ടില്ലേ എന്ന് ചോദിച്ചു. വിച്ചുവിൻ്റെ കണ്ണുകൾ ഒന്ന് ചുവന്ന് കലങ്ങിയിരുന്നു. മോനെ, കരഞ്ഞുകൊണ്ട് താലി കെട്ടാൻ പാടില്ല. നീ ആ കണ്ണൊക്കെ ഒന്ന് തുടച്ചൊന്ന് ചിരിച്ചു നിൽക്ക്. എന്നിട്ട് ആ താലി വാങ്ങി മോളുടെ കഴുത്തിൽ കെട്ടിക്കൊടുക്ക്. അവൻ്റെ അവസ്ഥ മനസ്സിലാക്കിയെന്ന പോലെ ലത പറഞ്ഞു. താലിയെടുത്ത് കെട്ടിക്കൊടുക്കണോ? വർഷയും കൊഞ്ചുന്നത് പോലെ പറഞ്ഞു.
അവനൊന്ന് മനസ്സിലായി. ഇവർക്ക് എല്ലാവർക്കും എന്തൊക്കെയോ അറിയാം. ഒന്ന് ചിന്തിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരുന്നു വിച്ചു അന്നേരം. മനസ്സ് സന്തോഷം കൊണ്ട് നിറഞ്ഞു. കൈവിട്ടെന്ന് പോയി എന്ന് കരുതിയതാണ്. ഇപ്പോൾ ഇതാ മുന്നിൽ. യാന്ത്രികമായി ശാന്തി കയ്യിലെടുത്തു കൊടുത്ത താലി അവൻ ദേവിയുടെ കഴുത്തിൽ കെട്ടിക്കൊടുത്തു. വർഷ അത് പിറകിൽ നിന്നും ചേർത്ത് കെട്ടി. പരസ്പരം മാലയണിഞ്ഞും നെറുകയിൽ സിന്ദൂരമണിഞ്ഞും ദേവി വിച്ചുവിൻ്റെ നല്ല പാതിയായി. ഒരു പരാജിതനെ പോലെ അമ്പിയെല്ലാം നോക്കി നിന്നു. ഒരു വാക്കുകൊണ്ട് പോലും അവനെ എതിർക്കാൻ സാധിക്കില്ലെന്ന് ആ നിമിഷം അവന് മനസ്സിലായി. കയ്യിൽ ആയുധമായി നിൽക്കുന്ന ഒരുവൻ. ഡാനിയും നിഖിലും രണ്ടു വശവുമായി നിൽക്കുന്നുണ്ട്. പിന്നെയും ആരൊക്കെയോ തങ്ങളെ നേരിടാൻ എന്ന പോലെ തന്നെയാണ് നിൽപ്പ്. അമ്പി ദേഷ്യത്തോടെയും നിസ്സഹായതയോടെയും അച്ഛനെ നോക്കി. അയാളുടെ മുഖത്തും തോറ്റ ഭാവമായിരുന്നു അന്നേരം. കാര്യങ്ങളുടെ അവസ്ഥ ഏതാണ്ടൊക്കെ രാമചന്ദ്രൻ്റെ അനിയന്മാർക്കും മനസ്സിലായി. അവരും സ്വന്തം തടിക്ക് തന്നെ മുൻഗണന നൽകി. അതെ, ഒരുപാട് സംശയങ്ങളൊക്കെ നിങ്ങളുടെ ഉള്ളിലുണ്ടെന്നറിയാം. എല്ലാം തീർത്തു തരാം. ആ എള്ളുതിരി തിരിച്ചു വരുന്നതിന് മുൻപ് ഇവൻ്റെ കൂടി വിവാഹം നടക്കട്ടെ. ദർശൻ്റെ തോളത്ത് കൈയിട്ടുകൊണ്ട് നിഖിൽ പറഞ്ഞു. അല്ല, അതിന് ഇവനുള്ള പെണ്ണെവിടെ? പറയുന്ന പോലെ പെണ്ണെന്തേ കാർത്തു? ഡാനി ചോദിച്ചതുപോലെ തന്നെ എല്ലാം ഒരല്പം കുസൃതി കലർന്ന മുഖത്തോടെ നിഖിൽ ചോദിച്ചു. നിഖിലിൻ്റെ ചോദ്യം കേട്ട് അതേ കള്ളത്തരം പകർത്തിക്കൊണ്ട് കാർത്തു കമ്മിറ്റി ഓഫീസിലേക്ക് നോക്കി. ആ നിമിഷം തന്നെ ഓഫീസ് റൂമിൻ്റെ വാതിൽ തുറന്ന് സ്വാതിക്കും സ്വാതിയുടെ അമ്മയ്ക്കുമൊപ്പം വിവാഹസാരിയും ആഭരണങ്ങളും അണിഞ്ഞ് നവവധുവായി ആമി പുറത്തേക്ക് വന്നു. എല്ലാവരുടെയും കണ്ണുകൾ അവൾക്ക് നേരെയായിരുന്നു. വിവാഹസാരിയിൽ അതിസുന്ദരിയായി വരുന്നവളെ ദർശനം ഇമ വെട്ടാതെ നോക്കി നിന്നു.